ഒരു 2:30 ആള് വിളിച്ചത്. സതീശേട്ടൻ കേട്ടത് ഇത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ അവര് നോക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അത് AC മൊയ്തീനെയാണ് അവർ സമീപിച്ചേക്കണേ. ഒന്നല്ലെങ്കിൽ എനിക്ക് തോന്നണ AC മൊയ്തീന്റെ ഡ്രൈവർ ആവും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഗൺമാൻ ആവും സതീശേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവുക. വളരെ ഗൗരവപൂർവ്വം ചർച്ച നടന്നു എന്ന് പറഞ്ഞിട്ടാണ് സതീശേട്ടൻ അതീവ ഗൗരവമുള്ള ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അത് നമസ്കാരം. കുന്നംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീനെ കുറിച്ച് ഒരു BJP നേതാവ് പറഞ്ഞ ഒരു ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതിപ്പോൾ കേൾപ്പിക്കാൻ ഒരു കാരണമുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം മൊയ്തീൻ ഉന്നയിച്ച ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവരാനുണ്ടായ ഒരു കാരണം. മൊയ്തീൻ പറഞ്ഞത് കുന്നംകുളത്ത് കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ഡീലുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് കുന്നംകുളത്ത് BDJS സീറ്റ് കൊടുത്തത്. BJP കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു, എന്നിട്ടും BJP ആ സീറ്റ് എടുത്തില്ല, BDJS കൊണ്ടുവന്നു. അത് കോൺഗ്രസുമായിട്ടുള്ള ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ്, BJP വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് മൊയ്തീൻ ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആരുമായിട്ടാണ് ഡീല്? ഈ മൊയ്തീന് BJPയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീലുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഡീല് തെളിയിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ ആ സംഭാഷണത്തിൽ BJP നേതാവ് പറയുന്ന ആ മുഴുവൻ ഭാഗവും നിങ്ങളൊന്ന് കേൾക്കണം. അതിനുശേഷം ഞാൻ ബാക്കി പറയാം. ഒരു 2:30 ആള് വിളിച്ചത്. സതീശേട്ടൻ കേട്ടത് ഇത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ അവര് നോക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അത് AC മൊയ്തീനെയാണ് അവര് സമീപിച്ചേക്കണേ. അവര് ഇപ്പോ സതീശേട്ടനോട് പറഞ്ഞത് സുരേന്ദ്രനെ രാധാകൃഷ്ണൻ ലക്ഷ്യം വെച്ചിട്ടാണ് അവര് നോക്കണത്. സുരേന്ദ്രേട്ടൻ NR 4 പേരുടെ പേര് പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ അത് എന്താണ് എന്ന് അവര് പഠിക്കുകയാണ്, അതിനെ കുറിച്ച് ആ വിഷയത്തിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടാണ് സതീശേട്ടൻ വിളിച്ചത്. നമുക്ക് ഞാൻ പറയാ വൈകിട്ട് ഒന്ന് സതീശേട്ടനെ ഒന്ന് കാണാമായിരുന്നു. ഞാന് സതീശേട്ടൻ കാണണമെന്നും പറഞ്ഞു. അപ്പൊ ഞാന് ഇപ്പൊ വിളിച്ചപ്പോ ആളില്ല, അവര് 6 മണി കഴിഞ്ഞാലേ ആളുണ്ടാവുള്ളൂ. ഒരു കാര്യമുള്ളത് എന്താ വെച്ചാല് നമ്മുടെ വക്കീലിനോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം, ഇവർക്ക് ഇനി എന്തെങ്കിലും, സതീശേട്ടനോട് ചോദിച്ചതാണ്, ഇവർക്ക് എന്തെങ്കിലും നമ്മളെ ഇനി ചെയ്യാൻ വല്ല സാധ്യതയുണ്ടോ നിയമപ്രകാരം എന്ന് നമ്മുടെ വക്കീലായിട്ടൊന്ന് ചെയ്യണം. എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു ശ്രുതി ഉണ്ട്. അവർക്ക് നമ്മളെ എന്തെങ്കിലും ദ്രോഹിക്കാൻ സാധിക്കുമോ എന്നൊന്ന് അറിയണം. ഉണ്ടെങ്കിൽ അത് എവിടെയാന്ന് വെച്ചാൽ അത് ഇനിയിപ്പോ അത് ആ രീതിയിൽ ഒന്ന് ചെയ്യാനും പറയണം. വക്കീലിനോട് ഒന്ന് വിളിച്ച് കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കും വേണം. ഇങ്ങനെ ഒരു ശ്രുതി വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞോളൂ. ഒന്നല്ലെങ്കിൽ എനിക്ക് തോന്നണ AC മൊയ്തീന്റെ ഡ്രൈവർ ആവും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഗൺമാൻ ആവും സതീശേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവുക. വളരെ ഗൗരവപൂർവ്വം ചർച്ച നടന്നു എന്ന് പറഞ്ഞിട്ടാണ് സതീശേട്ടൻ അതീവ ഗൗരവമുള്ള ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അത് താളം ചവിട്ടിയിട്ട് നാളേക്കും മറ്റന്നാളേക്കും വെക്കേണ്ട, കൈയോടെ തന്നെ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം. ഭാഗത്ത് SDPI, മറുവശത്ത് BJP. ഇതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു അവസ്ഥ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി ക്ഷുഭിതനാവും. ഇവിടെ AC മൊയ്തീനെ പോലുള്ള ആളുകൾ BJP കോൺഗ്രസ് ഡീലുണ്ട് എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ BJPയും CPIM നല്ല ഡീലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൃത്യമായ ഒരു തെളിവാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. SDPIയെ കുറിച്ച് അവർ പറയുന്നത് SDPIക്ക് പഴയ തീവ്രതയില്ല എന്നാണ്. മുകേഷും അതുപോലെ തന്നെ PT കുഞ്ഞിമുഹമ്മദും ഒക്കെ ഇവിടെ പ്രതികളായപ്പോൾ, PT കുഞ്ഞിമുഹമ്മദ് മുൻ ഗുരുവായൂർ MLA ആണ്, മുകേഷ് നിലവിൽ കൊല്ലം MLA ആണ്, ഇത്തവണ മത്സരിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ രണ്ടുപേരും പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നടപടി ഉണ്ടായപ്പോൾ, കേസുകൾ ഉണ്ടായപ്പോൾ അതിന് തീവ്രത കുറവായിരുന്നു എന്നാണ് CPMകാർ പറഞ്ഞത്. വനിതാ സഖാക്കൾ പോലും അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ SDPIക്കും പഴയ തീവ്രതയില്ല, അവർ മതേതരവാദികളായിരിക്കുന്നു എന്നാണ് CPIMന്റെ അവകാശവാദം. ഞാനിവിടെ SDPIക്കാർ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ അല്ലെന്നോ ഒന്നും പറയാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. SDPI അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകട്ടെ, അവർ ആർക്കു വേണമെങ്കിലും പിന്തുണ കൊടുക്കട്ടെ. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. CPIMന്റെ മലക്കം മറിച്ചിലിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോരോ സമയത്ത് അവർ ഓരോന്ന് പറയും. അതൊക്കെ അടിമകൾ അതൊക്കെ അങ്ങ് കേട്ട് അതിനനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചേക്കണം. എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ക്ഷുഭിതനാകും, അല്ലെങ്കിൽ ഇവിടെ അവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തും, അവരെ സസ്പെൻഡ് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു രീതിയുമായിട്ടാണ് ഇവിടെ CPIM മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് AC മൊയ്തീൻ ഇവിടെ പറയുന്നത് കുന്നംകുളത്ത് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിൽ രഹസ്യ ഡീലുണ്ട്. അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്ന് ചിന്തിക്കണം. യഥാർത്ഥത്തിൽ BJPയുമായിട്ട് ഇവിടെ CPMന് ഡീലുണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം.
അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ, ആ ഡീലുകളൊക്കെ കൃത്യമായി പുറത്തു വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ADGP അജിത് കുമാറിനെ ഇവിടെ RSS നേതാവിന്റെ അടുത്തേക്ക് ചർച്ചയ്ക്ക് പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു. അവസാനം CPI-ക്കാർ രംഗത്തെത്തേണ്ടി വന്നു. ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സംരക്ഷിക്കും. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അജിത് കുമാർ പല ചർച്ചകളും നടത്തിയത്. ഇതൊക്കെ നേരത്തെ വാർത്തയായിട്ടുള്ളതാണ്. എന്തായാലും കുന്നും കുളത്തും ഇവിടെ BJP CPM ഡീൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല. എന്നിട്ട് കോൺഗ്രസ് ആണ് ആ ഡീലിന് നേതൃത്വം കൊടുക്കുന്നത്. കോൺഗ്രസും BJP-യും തമ്മിലാണ് ആ ഡീല് എന്ന് മൊയ്തീൻ ഇവിടെ ആരോപിക്കുകയാണ്. ആ സത്യം ഇവിടെ ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല. അതിനു മുമ്പ് ആരോപണം ഉന്നയിച്ച് തടി തപ്പുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് മൊയ്തീൻ നടത്തുന്നത്. ഡെലീസ രവി എന്ന് പറയുന്ന ഒരു BJP നേതാവാണ് മൊയ്തീന്റെ ഓഫീസിൽ നടന്ന വിഷയങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങൾ പറയുന്നതിൽ നിങ്ങൾ കോലഴി സതീശേട്ടൻ എന്നുള്ള ഒരു പേര് ശ്രദ്ധിച്ചു കാണും. അത് കോലഴി സതീശനെ കുറിച്ചാണ് പറയുന്നത്. ഈ കോലഴി സതീശൻ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത് ജയിലിൽ കിടന്നിരുന്ന വ്യക്തിയാണ്. ഈ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത്. ഈ കോലഴി സതീശനുമായി മൊയ്തീൻ ഒരു ബന്ധവുമില്ല എന്നായിരുന്നു മൊയ്തീൻ പറഞ്ഞിരുന്നത്. എന്നാൽ മൊയ്തീന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ മൊയ്തീന്റെ ഗൺമാൻ അല്ലെങ്കിൽ ഡ്രൈവർ മുഖേന കോലഴി സതീശൻ കൃത്യമായി അറിയുന്നുണ്ട് എന്ന് BJP നേതാവാണ് പറയുന്നത്. എങ്ങനെയാണ് മൊയ്തീന് കോലഴി സതീശനുമായിട്ടുള്ള ഈ കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് വളരെ കൃത്യമാണ്. ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അപ്പുറത്തുള്ള വ്യക്തിയെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. കാരണം അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ഒരു സാഹചര്യമില്ല. അദ്ദേഹത്തിന് ശല്യമായപ്പോൾ, പണം ചോദിച്ച് അദ്ദേഹത്തെ തുടർച്ചയായി ശല്യം ചെയ്തപ്പോൾ, മൊയ്തീനു വേണ്ടി പണം ചോദിച്ച് ആണ് ഇദ്ദേഹത്തെ ശല്യം ചെയ്തത്. അങ്ങനെ ശല്യം ചെയ്തപ്പോൾ അദ്ദേഹം ആ ഫോൺ റെക്കോർഡ് ചെയ്തതാണ്. ഈ സംഭാഷണം എന്നിലേക്ക് എത്തിയത് CPM-കാർ വഴി തന്നെയാണ്. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് CPM-കാർ തന്നെയാണ് എനിക്കത് അയച്ചു തരുന്നത്. ആവശ്യമെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തുവിടും. എന്തായാലും ഈ സംഭാഷണം എന്റെ പക്കൽ കിട്ടിയപ്പോൾ ഞാനത് മൊയ്തീന്റെ ശ്രദ്ധയിലേക്ക് അന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. അന്ന് അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം അത് കേട്ട് പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. എന്തായാലും ഇവിടെ മൊയ്തീൻ ഈ സംഭാഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അദ്ദേഹം പരാതി കൊടുക്കണം. എവിടെ പരാതി കൊടുത്താലും അതിന്റെ മുഴുവൻ തെളിവുകളും എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.